നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ക്രിസ്തീയ ജീവിതം എന്നത് ഒരു ഓട്ടക്കളമാണ്. നിങ്ങൾ ഓട്ട മത്സരമൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ട മത്സരമാണ്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഓടുന്നത് അല്ലേ? അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം എന്നത്. ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാവുക എന്നൊരു ലക്ഷ്യം. നമ്മൾ ഓട്ട മത്സരം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരെണ്ണമുണ്ട്. ചിലർ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ ചിലർ വീണ് പോകും, ഓടിയിട്ട് വീഴും. ഇതിനെക്കുറിച്ച് ബൈബിളിൽ ഒരെണ്ണം പറയാനുണ്ട്. നല്ല ആൾക്കാരൊക്കെ സദൃശവാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. നല്ല ആൾക്കാർ പോലും 7 പ്രാവശ്യം വീഴുമെന്നാണ് സദൃശവാക്യത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ആൾക്കാർ വീഴും. പക്ഷേ വീഴ്ചയിൽ നിന്ന് എണീക്കണം. എണീറ്റ് പിന്നെയും ഓടിയാൽ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് വെച്ച് ഇത് വീണ് എണീക്കുക എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് അല്ല. മറിച്ച് തെറ്റിലേക്ക് പോയി ഇനി തെറ്റ് ചെയ്യുകയില്ല എന്ന് പറയുന്നുള്ള ലൈസൻസാണ്. തെറ്റിലേക്ക് നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ലൈസൻസ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ബഹിരാകാശത്ത് പോകാതെ ആകാശത്ത് നിന്ന് തന്നെ പൊട്ടിത്തെറിച്ചു. എവിടെയാണോ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തിയാൽ മാത്രമേ റോക്കറ്റിന് ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലേ? ഇതുപോലെയാണ് വീഴ്ചകളുണ്ടാവും. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. വീഴ്ചകളും താഴ്ചകളും പാപങ്ങളിലേക്ക് വീണ് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ വീണത്? ഈ പാപത്തിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാവണം. നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ് നാം സ്വയം ചെയ്യാതെ ദൈവത്തിൻ്റെ സഹായത്തോടെ ആ പ്ലാനിങ് ചെയ്യാൻ നാം തയ്യാറാവണം. എന്നാൽ നാം രക്ഷപ്പെടും. ഒരു കഥ കൂടെ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആമയും മുയലിൻ്റെയും കഥ അല്ലേ? മുയലിങ്ങനെ വേഗത്തിൽ ഓടി പിന്നോട്ട് നോക്കിയപ്പോൾ ആമ പതുക്കെയാണ് വരുന്നത്. മുയൽ വിജയിച്ചു. കുറച്ചു നേരം ഉറങ്ങാം. ഉറക്കണീറ്റപ്പോൾ മുയൽ ജയിച്ചു. ഇതുപോലെയാണ് നമ്മൾ. അവൻ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുണ്ട് പള്ളിയിൽ. നമ്മളെന്തിനും എപ്പോഴും പോകുന്നത് കമ്പാരിസമാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങും. അവസാനം എണീക്കുമ്പോൾ അവൻ സ്വർഗത്തിലും നമ്മൾ നിത്യമായി ആത്മീയ ഉറക്കമൊക്കെ എണീറ്റ് വരുമ്പോൾ നമ്മൾ നരകത്തിലുമായിരിക്കും. നമ്മളുടെ പണി നോക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ്, ജീസസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല ബന്ധത്തിലാണോ എന്നെങ്കിൽ നോക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാവും മക്കളെ, പ്രശ്നമാണ്. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളം പോലെയാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഡിസ്ട്രാക്ഷനൊക്കെ വരും. പാപത്തിൽ വീഴും. ഇനി എനിക്ക് തിരികെ പോവാനോ എനിക്ക് പറ്റില്ല ഈ ക്രിസ്തീയ ജീവിതം എന്നതൊക്കെ തോന്നും. ബൈബിൾ പറയുന്നുണ്ട്, കപ്പലിക്ക് കൈവച്ചിട്ട് തിരികെ നോക്കുന്ന ആരും സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യ്. ആരും ഇവിടെ ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. നമ്മുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ദൈവത്തിൻ്റെ സഹായത്തോടെ ആ പാപങ്ങളിൽ നിന്ന് വിമോചനം നേടുക എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.